മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനി മാനി. എന്റെ കൃഷ്ണ, ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്റെ ജോൺഫിയാന്ന് എല്ലാരോടും പറഞ്ഞിട്ട് എന്നെ വെറുതെ നാറ്റിക്കല്ലേ. ഞങ്ങളുടെ ജോൺഫി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊന്നും ചെയ്യാറില്ല. അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. അവനവന്റെ മുച്ചടിക്കുന്നതിന് എന്തിനാ ഉശിര്? ദേ, ഇനിയെങ്കിലും നീ ആൺകുട്ടികളെ പോലെ നടക്കാൻ പഠിക്കും. പൗരുഷത്തോടെ ജീവിച്ചില്ല ഈ കണ്ടവരൊക്കെ വന്ന് മെക്കെട്ട് കയറും. എന്റെ പൗരുഷത്തിന് എന്താ ഒരു കുറവ്? നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ? ആ ജയനെ ഞാൻ കാണിക്കാം. എന്നിട്ട് പറ എനിക്ക് പൗരുഷമുണ്ടോ ഇല്ലെന്ന്. നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി ഷാജേ. ഇവനെ ഞാൻ അവിടെ. അയ്യോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്റെ ഗെറ്റപ്പൊക്കെ മാറി ഒന്ന് കുട്ടപ്പനായിട്ടുണ്ടല്ലോടാ. റോസി പറഞ്ഞിട്ടാ ചത്തുപോയതിന്റെ അവതാരണെന്നും പറഞ്ഞ് എല്ലാവരുടെയും കണ്ണിപ്പൊടിയിട്ട് നീ എന്താടാ വല്ലതും ഒപ്പിക്കുന്നുണ്ടാ? ഉണ്ടെങ്കി പറയടാ. റോസി അവള് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ്സാ. അതെ, നീയൊന്നും മനസ്സ് വെച്ചൊരു സാഹചര്യം ഒരുക്കി തന്നാ നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം. എന്തേ, ഒപ്പിച്ചേരാൻ പറ്റുമോ? എന്റെ ജോൺഫി ആണെങ്കി അവനെ പോയി തിരിച്ചടിക്ക. അടിക്കാൻ Hey! Hey! Come on, come on! Yeah, come on, man! പോയടിക്കടാ, നിന്റെ കാളിയമർദ്ദൻ അവന്റെ നെഞ്ഞത്ത് കളിക്ക്. ചെല്ല്. നീ പുറത്തുനിന്ന് ഒരു ഗോൾ അടിക്കണ്ട, അവര് കളിക്കട്ടെ. അവനകത്തുണ്ടാവും, കയറി നോക്ക്. സർ,
നിക്കടാ അവിടെ. തിരുവിലാവില് കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാ. കൊറേ യൂതന്മാര് ഇറങ്ങിയിരിക്കണു. നിന്നെയൊക്കെ മുൾക്കീടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാ വേണ്ടത്. നിങ്ങളൊക്കെ കൂടി കുറിച്ച് തറച്ച് കൊന്നിട്ട് എന്താ ഉണ്ടായത്? ഇത് ഭ്രാന്താശുപത്രിയാ. വിട്ടു അവനോട് ഇല്ല സർ. ആ ക്ലീറ്റസിന് ഇപ്പോഴും ബോധം വീണിട്ടില്ല. അവനെങ്ങാനും കാഞ്ഞു പോയ മർഡർ കേസാ. നിന്റെ കൃഷ്ണനോട് മര്യാദയ്ക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ. എന്നിട്ട് അവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാം. ഇവനിതോടെ ഞാനിവിടെ ഉണ്ട്. ക്ലീറ്റസിന്റെ ആൾക്കാർ പോലീസിന് ശരിക്കും കാശ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം. പോലീസിന്റെ കൈ കിട്ടി അവർ തന്നെ ബാക്കി വെക്കില്ല. ഇപ്പൊ പിടികൊടുക്കാതിരിക്കുന്ന ബുദ്ധി. തൽക്കാലം കൃഷ്ണനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്താം. നീ പൊടി പൊട്ടിക്കളി. ആ യൂദാസികളെ പിടിച്ച് മാറ്റി നിർത്ത്. ഇവനെ ഞാൻ എവിടേക്കും പറഞ്ഞേക്കില്ല. ക്ലീറ്റസിന്റെ അവസ്ഥ ഒന്ന് ഭേദപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ കേസ് ഒതുക്കി തീർത്തോളാം. അതുവരെ കൃഷ്ണ എവിടേക്കെങ്കിലും ഒന്ന് മാറിയെന്നേ പറ്റൂ. വിശാഖപട്ടണത്തൊരു ജോലി ശരിയായി തരാന്ന് സണ്ണി ഏറ്റിട്ടുണ്ട്. അവിടെ പോയിട്ട് അവനെ കണ്ടാൽ മതി. ബാക്കി അവൻ നോക്കിക്കോളും. എവിടെ ചെന്നാലും ഇഷ്ടമുള്ളവരൊക്കെ വിട്ടുപോവാനാ എന്റെ വിധി. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവന്നോളാം. നീ ധൈര്യമായിട്ട് പോ. ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട്. മംഗലാപുരം വരെ അതി പോവാം. വാ. ശരി പോയിട്ടോ. വേണ്ട. ലോറൻസേ, എടോ ഞാൻ രാധയാ. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ഡെഡ് ബോഡി അല്ല. നീ മരിച്ചു പോയെന്ന് എല്ലാവരും അവിടെ വിശ്വസിച്ചിരിക്കണത്. പിറ്റേന്ന് തീരത്തടിഞ്ഞ വള്ളത്തേല് ചോരപ്പാട് കൂടി കണ്ടപ്പോ എല്ലാവരും അത് ഉറപ്പിച്ചു. മൂന്നാം പക്കം തീരത്ത് നിന്റെ ശവം കാത്ത് ദിവാകരന് ശാന്തമേ കരഞ്ഞോണ്ട് നടക്കുകയായിരുന്നു മോനെ. അവസാനം സ്രാവ് കൊണ്ടുപോയി കാണുന്ന എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ച്. ജീവിച്ചിരുന്നിട്ടും നീ എന്താ കരയിലേക്ക് തിരിച്ചു വരാഞ്ഞേ? എനിക്കവിടെ ആരാ ഉള്ളത്? ഞാൻ ശാപമെന്ന് വിശ്വസിക്കുന്ന കരക്കാരും എന്നെ തള്ളി പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും. ഞാൻ ആണും പെണ്ണും കിട്ടവനെന്ന് തുറക്കാരി പറഞ്ഞപ്പോ നാവനക്കഥ മാറിയെന്ന് മാലുവോ? എനിക്കവിടെ ആരുമില്ല. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? പണ്ട് നീ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ച ഓർമ്മയുണ്ടോ? സരളെ ചതിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്ക് പാലിച്ചു. ഇപ്പോ കണാരേട്ടൻ എന്റെ അമ്മായിച്ചനാ. തുറയില് പണിയൊന്നും ഇല്ലാണ്ടായപ്പോ മരുമോന്റെ കൂടെ ലോറിയിൽ കയറിയതാ. സരള പറഞ്ഞപ്പോഴാ പല സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാലു പുറത്തു പറഞ്ഞ നിന്നെ കൊന്നുകളയുന്ന തുറയിലാശാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാ അവളൊന്നും മിണ്ടാതെ നിന്നെ. നീ മരിച്ചു എന്ന് കരക്കാര് മുഴുവൻ വിശ്വസിച്ചെങ്കിലും മാല് മാത്രം അത് വിശ്വസിച്ചില്ല. നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവള് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ തൊറയിലാശാൻ കുമാരനും മാലുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു.